കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫയറിന് വളരെ തീ കത്താൻ വളരെ അത്യാവശ്യമായ ഘടകങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്ക് തീ കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ്. ഹൗ ഡു വി കൺട്രോൾ ഫയർ? എങ്ങനെ നമുക്ക് തീയെ കൺട്രോൾ ചെയ്യാം? നമ്മൾ തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചു, തീ ഉണ്ടാവണമെങ്കിൽ 3 ഘടകങ്ങൾ ആവശ്യമാണ്. ഫ്യൂവല്, ഓക്സിജൻ, എയർ, അതേപോലെ തന്നെ ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഇഗ്നിഷൻ ടെമ്പറേച്ചർ. ഈ 3 ഘടകങ്ങളുണ്ടെങ്കിൽ മാത്രമേ തീപിടുത്തം ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് വളരെ എളുപ്പമാണല്ലോ. നമുക്ക് എന്ത് ചെയ്യാം? ഫയർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേതെങ്കിലും ഒന്നങ്ങ് റിമൂവ് ചെയ്യാം. ഇതിലേതെങ്കിലും 1-2 സാധനങ്ങൾ റിമൂവ് ചെയ്യുന്നു, അതോടുകൂടെ തീ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി കഴിയും. പക്ഷേ ഇതിൽ കൺട്രോൾ ചെയ്യുമ്പോൾ ഫ്യൂവൽ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് പോസിബിൾ ആണോ? ഉദാഹരണത്തിന് ഒരു ബിൽഡിങ്ങിന് തീ പിടിച്ചു. അവിടെ ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ അതിലുള്ള ഓരോ മരത്തിൻ്റെ, ഇപ്പോൾ ഒരു സ്കൂളാണെന്ന് സങ്കല്പിക്കുക, അതിലുള്ള ബെഞ്ച്, ഡെസ്ക്, ടേബിള്, വാതിൽ തുടങ്ങിയ സാധനങ്ങളൊക്കെ ആയിരിക്കും ഫ്യൂവൽ. അത് റിമൂവ് ചെയ്യുക എന്നുള്ളത് പോസിബിൾ അല്ല. പിന്നെ നമുക്ക് ചെയ്യാവുന്നത് ഒന്നുകിൽ ഓക്സിജനുമായിട്ടുള്ള കോണ്ടാക്റ്റ് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ ഇഗ്നിഷൻ ടെമ്പറേച്ചർ കുറയ്ക്കാം. അപ്പം അതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ വെള്ളം പമ്പ് ചെയ്യുന്നതൊക്കെ, അല്ലെങ്കിൽ മറ്റ് ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഒന്നുകിൽ ഇതിൻ്റെ ഇഗ്നിഷൻ ടെമ്പറേച്ചർ കുറയ്ക്കും, അല്ലെങ്കിൽ നമ്മൾ ഓക്സിജനുമായിട്ടുള്ള ബന്ധം കട്ട് ചെയ്യും. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് കൺട്രോൾ ചെയ്യാൻ വഴി നമുക്ക് ഫയർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി കഴിയും. അപ്പോൾ ഇതിനുപയോഗിക്കുന്ന സാധനത്തെ നമ്മൾ ഫയർ എക്സ്റ്റിങ്ക്യൂഷർ എന്നാണ് വിളിക്കുക. ഫയർ എക്സ്റ്റിങ്ക്യൂഷർ സാധാരണ ചെയ്യുക എയർ സപ്ലൈ കട്ട് ചെയ്യലാണ്. അതോടൊപ്പം തന്നെ ടെമ്പറേച്ചർ താഴ്ത്തുകയും ചെയ്യും. ടെമ്പറേച്ചർ താഴ്ത്തും, അതോടൊപ്പം എയർ സപ്ലൈ കട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതോടുകൂടെ നമുക്ക് എളുപ്പത്തിൽ തീ കൺട്രോൾ ചെയ്യാൻ വേണ്ടി കഴിയും. 2 രീതിയിലാണ് നമ്മൾ സാധാരണഗതിയിൽ തീ കൺട്രോൾ ചെയ്യാൻ. ഒന്ന് ബൈ യൂസിങ് വാട്ടർ. ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫയർ എക്സ്റ്റിങ്ക്യൂഷർ വാട്ടറാണ്. പക്ഷേ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും ബിൽഡിങ്ങിനോ മരത്തിനോ പേപ്പറിനോ അങ്ങനെയുള്ള തീപിടുത്തങ്ങളൊക്കെ വെള്ളം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ബിൽഡിങ്ങുകൾക്ക് ഉപയോഗിച്ചാലും പ്രശ്നമാണ്. കാരണം ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് ഉണ്ടാവും അവിടെ. ഇങ്ങനെ തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഈ ഇലക്ട്രിക്കൽ വയറിങ് കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകും. ചൂടായിട്ട് ഉരുകി ഒലിച്ചു പോകും. പ്ലാസ്റ്റിക് അല്ല സാധനം. അത് പറയുമ്പോൾ നമ്മൾ പമ്പ് ചെയ്യുന്ന വെള്ളവും ഈ ഇതുമായിട്ട് തട്ടിയിട്ട് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവാനും ഷോക്ക് ഉണ്ടായി കൂടുതൽ അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സമയത്തൊന്നും നമുക്ക് വെള്ളത്തെ അങ്ങനെ അധികമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി കഴിയില്ല. അതുപോലെ തന്നെ ഓയിൽ, പെട്രോൾ പോലുള്ള സാധനങ്ങളൊക്കെ തീ പിടിച്ചാൽ, എണ്ണയ്ക്ക് തീ പിടിച്ചു എന്ന് സങ്കല്പിക്കുക. നമ്മൾ പോയിട്ട് അതിലേക്ക് വെള്ളം പമ്പ് ചെയ്താൽ ഈ വെള്ളം എണ്ണയേക്കാൾ ഡെൻസിറ്റി കൂടിയതാണ്. സ്വാഭാവികമായിട്ട് പാത്രത്തിൻ്റെ അടിയിൽ പോയി നിൽക്കും. എണ്ണ കുറേ കൂടെ മുകളിലേക്ക് ഉയർന്നു വരും, സുഖമായിട്ട് കത്തും. അപ്പോൾ ഇങ്ങനെയൊന്നും അല്ലാത്ത സാഹചര്യം, ഇപ്പം കാട്ടുതീ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നമുക്ക് വെള്ളം സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി കഴിയും. മറ്റൊന്ന് ബൈ യൂസിങ് കാർബൺ ഡൈ ഓക്സൈഡാണ്. വളരെ നല്ലൊരു ഫയർ എക്സ്റ്റിങ്ക്വിഷറാണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. അത് എവിടെ നമുക്ക് ഉപയോഗിക്കാം. ഓയിലിലോ പെട്രോളിലോ അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സുള്ള സ്ഥലത്തോ എല്ലാ സ്ഥലത്തും നമുക്കിത് ഒരേപോലെ ഉപയോഗിക്കാൻ വേണ്ടി കഴിയും. കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെയാണ് തീ കൺട്രോൾ ചെയ്യുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ ഓക്സിജനേക്കാൾ ഹെവിയറാണ്, ഭാരം കൂടിയ സാധനമാണ്. സ്വാഭാവികമായിട്ട് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് പമ്പ് ചെയ്യുന്നതുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് താഴെയും ഓക്സിജൻ മുകളിലുമായി പോകും. ഒരു സ്ഥലത്ത് നേരത്തെ നമ്മൾ എണ്ണയിൽ വെള്ളം പമ്പ് ചെയ്യാന്ന് പറഞ്ഞതുപോലെ നമ്മളൊരു സ്ഥലത്ത് തീപിടുത്തമുണ്ടായി നമ്മളിപ്പോൾ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് ഇട്ട് കഴിഞ്ഞാൽ ഈ കാർബൺ ഡൈ ഓക്സൈഡ് അടിയിലും, അതായത് ഫ്ലെയിമിനോട് ഈ ഫ്യൂവലിൻ്റെ തൊട്ട് മുകളിൽ കാർബൺ ഡൈ ഓക്സൈഡ് വരും. അതാണ് ഫ്യൂവലാണല്ലോ ഏറ്റവും മുകളിൽ ഉണ്ടാവുക. അതിൻ്റെ മുകളിൽ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നതോടെ ഓക്സിജനും ഫ്യൂവലും തമ്മിലുള്ള കോണ്ടാക്റ്റ് കട്ടാവും. അതോടുകൂടെ തീ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി കഴിയും. അതോടുകൂടെ തന്നെ നമ്മൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് സൂക്ഷിക്കാറ് സാധാരണ ഹൈ പ്രഷറിലാണ്, ലിക്വിഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. സാധാരണഗതിയിൽ നിങ്ങൾ ഫയർ എക്സ്റ്റിങ്ക്യൂഷർ കണ്ടിട്ടുണ്ടാവും. ബസ്സിൽ, ഓഫീസുകളിലൊക്കെ ഫയർ എക്സ്റ്റിങ്ക്യൂഷർ ഉണ്ടാവും. ചുവന്നൊരു കുറ്റി ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അതിലൊക്കെ നമ്മൾ ഉപയോഗിക്കുക കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ചില കെമിക്കലാണ്. സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റോ അല്ലെങ്കിൽ അതേപോലുള്ള ഏതെങ്കിലും കോമ്പൗണ്ടുകളാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ആ സാധനം ചൂടായാൽ കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്യാം. അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെ നന്നായിട്ട് തണുപ്പിച്ച്
ഹൈ പ്രഷറിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുക. അപ്പോൾ ഈ തണുപ്പ്, ഈ ടെമ്പറേച്ചർ, ഇഗ്നിഷൻ ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ സാധനത്തിൻ്റെ തണുപ്പ് കൂടെ സഹായിക്കും. ഈ രീതിയിലാണ് നമ്മൾ ഫയർ കൺട്രോൾ ചെയ്യാറുള്ളത്. ബേക്കിംഗ് സോഡയാണ് നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കാറുള്ളത് ഈ ഫയർ എക്സ്റ്റിങ്ക്വിഷറിലൊക്കെ. ബേക്കിംഗ് സോഡ നമ്മൾ അപ്പ സോഡ, അപ്പക്കാരെന്നൊക്കെ നമ്മൾ വീട്ടിൽ വിളിക്കുന്ന സാധനമാണ്. അത് ആ ബോക്സിൽ നിറച്ച് വെക്കും, അത് ഈ തീയിലേക്ക് പമ്പ് ചെയ്യും. അത് പമ്പ് ചെയ്യുന്ന സമയത്ത് ഇത് ചൂടായിട്ട് അതിൻ്റെ അകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡ് തീൻ്റെ തൊട്ട് മുകളിൽ നിൽക്കുകയും ഓക്സിജനുമായിട്ടുള്ള കോൺടാക്റ്റ് കട്ടാവുകയും അതോടുകൂടെ ഫയറിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി കഴിയുകയും ചെയ്യും. ഇതാണ് 2 രീതിയിലുള്ള ഫയർ കൺട്രോൾ ചെയ്യുന്ന മെത്തേഡുകൾ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ടൈപ്സ് ഓഫ് കമ്പസ്റ്റൻ ആണ്. 3 ടൈപ്പ് കമ്പസ്റ്റനാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒന്ന് റാപ്പിഡ് കമ്പസ്റ്റൻ, മറ്റൊന്ന് സ്പോണ്ടേനിയസ് കമ്പസ്റ്റൻ, മറ്റൊന്ന് എക്സ്പ്ലോഷൻ. എന്താ റാപ്പിഡ് കമ്പസ്റ്റൻ എന്ന് പറഞ്ഞാൽ? കമ്പസ്റ്റൻ ഇൻ വിച്ച് എ സബ്സ്റ്റൻസ് ബേൺസ് റാപ്പിഡ്ലി ആൻഡ് പ്രൊഡ്യൂസ് ഹീറ്റ് ആൻഡ് ലൈറ്റ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് എക്സ്റ്റേണൽ ഹീറ്റ്. പുറത്തുനിന്നുള്ളൊരു ടെമ്പറേച്ചർ ഉപയോഗിച്ച് പെട്ടെന്ന് റാപ്പിഡായിട്ട് പെട്ടെന്ന് തീ പിടിക്കുക. LPG ഉദാഹരണം, പെട്ടെന്ന് തീ പിടിക്കും. വളരെ സ്പാർക്ക് കിട്ടിയാൽ തന്നെ തീ പിടിക്കും. അതാണ് റാപ്പിഡ് കമ്പസ്റ്റൻ എന്ന് വിളിക്കുന്നത്. സ്പോണ്ടേനിയസ് കമ്പസ്റ്റൻ എന്ന് പറഞ്ഞാൽ കമ്പസ്റ്റൻ ഇൻ വിച്ച് എ സബ്സ്റ്റൻസ് ബേൺസ് സ്പോണ്ടേനിയസ്ലി ആൻഡ് പ്രൊഡ്യൂസ് ഹീറ്റ് ആൻഡ് ലൈറ്റ് വിത്തൗട്ട് ഹെൽപ്പ് ഓഫ് എനി എക്സ്റ്റേണൽ ഹീറ്റ് ഓർ വിത്ത് എനി അപ്പാരൻറ്റ് കോസ്. പ്രത്യേകിച്ചൊരു കാരണമൊന്നുമില്ലാതെ പെട്ടെന്ന് തീ പിടിക്കുക. കോൾ മൈനുകളിലൊക്കെ ഉണ്ടാവാറുണ്ട്. കോൾ മൈനിൽ ഇതിൻ്റെ ഡസ്റ്റ് പാർട്ടിക്കിൾ നമ്മൾ കൂട്ടിയിട്ടുണ്ടാവും, അതിന് പെട്ടെന്ന് തീ പിടിക്കും. സൂര്യൻ്റെ ടെമ്പറേച്ചർ മതി, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വളരെ ചെറിയ ടെമ്പറേച്ചർ കൊണ്ട് തന്നെ പെട്ടെന്ന് തീ പിടിക്കുക. ഇതിനാണ് നമ്മൾ സ്പോണ്ടേനിയസ് കമ്പസ്റ്റൻ എന്ന് വിളിക്കുന്നത്. ഉദാഹരണങ്ങൾ: ഫോസ്ഫറസ് ബേൺ സ്പോണ്ടേനിയസ്ലി അറ്റ് റൂം ടെമ്പറേച്ചർ. ഫോസ്ഫറസ് റൂമിൽ ഓപ്പൺ ചെയ്ത് വെച്ചാൽ താനേ കത്തും. എക്സ്പ്ലോഷൻ is a combustion in which a substance burns suddenly and produce heat, light and sound with the help of heat or pressure. പടക്കങ്ങൾ പൊട്ടുന്നത്, ബോംബ് പൊട്ടുന്നത് ഇങ്ങനെയാണ്. കടിച്ചെറിയുന്ന ബോംബ് കണ്ടിട്ടില്ലേ? എന്താ സംഭവിക്കുക? അത് കടിച്ചിട്ട് എറിയുന്ന സമയത്ത് അത് എയറുമായിട്ട് കോണ്ടാക്റ്റിൽ വരും, അതുകൊണ്ട് പൊട്ടും. അല്ലെങ്കിൽ നമ്മൾ പൊട്ടാസ് ഇടില്ലേ, നമ്മൾ അതിൻ്റെ മുകളിൽ പ്രഷർ ഉപയോഗിക്കുമ്പോൾ പൊട്ടും. അല്ലെങ്കിൽ വളരെ ചെറിയ ഒരു എക്സ്റ്റേണൽ ഹീറ്റ് കൊണ്ട് തന്നെ അത് ബേൺ ചെയ്യുന്ന സമയത്ത് ഹീറ്റും ലൈറ്റും ഗ്യാസും കൂടെ പ്രൊഡ്യൂസ് ചെയ്യണം. അതിനാണ് നമ്മൾ എക്സ്പ്ലോഷൻ എന്ന് വിളിക്കുക. 3 രീതിയിലാണ് കമ്പസ്റ്റൻ ഉള്ളത്: റാപ്പിഡ് കമ്പസ്റ്റൻ, സ്പോണ്ടേനിയസ് കമ്പസ്റ്റൻ ആൻഡ് എക്സ്പ്ലോഷൻ. ഉദാഹരണങ്ങളാണ്: ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള സാധനം ഫ്ലെയിം ആണ്. ഫ്ലെയിം എന്താ? ഫ്ലെയിം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ദ സോൺ ഓഫ് കമ്പസ്റ്റൻ ഓഫ് എ കമ്പസ്റ്റബിൾ സബ്സ്റ്റൻസ്. ഒരു കമ്പസ്റ്റബിൾ സബ്സ്റ്റൻസിൻ്റെ സോൺ ഓഫ് കമ്പസ്റ്റൻ ആണ്. കമ്പസ്റ്റ് ചെയ്യുന്ന ഏരിയയാണ് നമ്മൾ ഫ്ലെയിം എന്ന് വിളിക്കുന്നത്. ഇനി ഏത് രീതിയിലുള്ള വസ്തുക്കളാണ് ഫ്ലെയിം പ്രൊഡ്യൂസ് ചെയ്യുക? എല്ലാ വസ്തുക്കളും കത്തുമ്പോൾ ഫ്ലെയിം ഉണ്ടാവാറില്ലല്ലോ. ചില വസ്തുക്കൾ കത്തുമ്പോൾ ഫ്ലെയിം ഉണ്ടാവും, ചിലത് കത്തുമ്പോൾ ഫ്ലെയിം ഉണ്ടാവില്ല. ഏത് രീതിയിലുള്ള വസ്തുക്കൾ കത്തുമ്പോഴാണ് ഫ്ലെയിം ഉണ്ടാവുക? കത്തുന്ന വസ്തു വേപ്പറൈസ് ചെയ്യുമെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ ഫ്ലെയിം പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. മെഴുകുതിരി കത്തുന്ന സമയത്ത് മെഴുകുതിരി ഉരുകും അല്ലേ? നമ്മൾ മെഴുകുതിരി കത്തിക്കുന്ന സമയത്തുള്ള വലുപ്പമല്ല കത്തിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുക. ആ മെഴുകുതിരി ഉരുകിയിട്ട് നീരാവിയായിട്ട് മാറും, വേപ്പറായി മാറും. ആ വേപ്പർ ഇങ്ങനെ മുകളിലേക്ക് വരും. അത് എത്രത്തോളം മുകളിലേക്ക് വരുന്നു അത്രത്തോളം മുകളിൽ വരെ അത് കത്തും. ഏത് വസ്തുക്കൾ വേണമെങ്കിലും നമുക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അത് എത്രത്തോളം വേപ്പറൈസ് ചെയ്യുന്നോ അത്രത്തോളം സ്ഥലത്ത് അതിൻ്റെ കത്തും. LPG എന്നൊക്കെ പറഞ്ഞാൽ വേപ്പർ ഫോമിലാണ് ഉണ്ടാവുക, ഗ്യാസസ് ഫോമാണല്ലോ. അപ്പോൾ അത് ഓപ്പൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ റൂമിൽ മുഴുവൻ ഉണ്ടാവും, റൂമിൽ മുഴുവൻ കത്തും. ഒരു സ്ഥലത്ത് മാത്രമല്ല, എവിടെയൊക്കെയാണോ LPG ഉള്ളത് അവിടെയൊക്കെ കത്തും. അപ്പോൾ ഏതെങ്കിലും ഒരു വസ്തു വേപ്പറൈസ് ചെയ്യുകയാണെങ്കിലാണത് ഫ്ലെയിം പ്രൊഡ്യൂസ് ചെയ്യുക. വേപ്പറൈസ് ചെയ്യാത്ത സാധനത്തിന് ഫ്ലെയിം ഉണ്ടാവില്ല. ഇനി എങ്ങനെയാണിത് ഉണ്ടാവുന്നത്? ഇപ്പോൾ മെഴുകുതിരി കത്താൻ സങ്കല്പിക്കുക. അപ്പോൾ മെഴുകുതിരി വേപ്പറായി മുകളിലേക്ക് വരും, ആ വേപ്പർ ഇങ്ങനെ മുകളിൽ വെച്ച് കത്തും, അപ്പോഴാണ് ഫ്ലെയിം ഉണ്ടാവുന്നത്. വിറക്, വീട്ടിലുപയോഗിക്കുന്ന വിറക് ഒക്കെ അങ്ങനെ തന്നെയാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഫ്ലെയിം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സോൺ ഓഫ് കമ്പസ്റ്റൻ ഓഫ് എ കമ്പസ്റ്റബിൾ സബ്സ്റ്റൻസ്. വിറക് കത്തുമ്പോൾ ഫ്ലെയിം ഉണ്ടാവാറുണ്ട്, ഗ്യാസ് കത്തുമ്പോൾ ഫ്ലെയിം ഉണ്ടാവാറുണ്ട്. അതിനകത്ത് ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? വേപ്പറൈസ് ചെയ്യുന്നുണ്ട്. ബേൺ ചെയ്യുന്ന സമയത്ത് വേപ്പറൈസ് ചെയ്യുന്നുണ്ട്.
ഇനി ഏതെങ്കിലും ഒരു വസ്തു അങ്ങനെ വേപ്പറൈസ് ചെയ്യുന്നില്ല എങ്കിൽ അത് ഫ്ലെയിം പ്രൊഡ്യൂസ് ചെയ്യില്ല. കൽക്കരി അങ്ങനെയാണ്, ഫ്ലെയിം പ്രൊഡ്യൂസ് ചെയ്യില്ല. മനസ്സിലായില്ലേ? കോൾ എന്ന് പറയുന്ന സാധനം ഫ്ലെയിം പ്രൊഡ്യൂസ് ചെയ്യാറില്ല, കാരണം അത് വേപ്പറൈസ് ചെയ്യില്ല എന്നർത്ഥം. ക്ലിയർ ആണല്ലോ? ഇതിൻ്റെ സ്ട്രക്ചറാണിത്, ഒരു ഫ്ലെയിമിൻ്റെ സ്ട്രക്ചർ. ഒരു മെഴുകുതിരി കത്തുമ്പോഴുണ്ടാകുന്ന ഫ്ലെയിമിൻ്റെ ഒരു സ്ട്രക്ചറാണ് കാണിച്ചിട്ടുള്ളത്. ഏറ്റവും ഹോട്ടസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഏറ്റവും എൻഡാണ്. ഏറ്റവും എൻഡിലാണ് ഏറ്റവും ചൂടുണ്ടാക്കുക. നിങ്ങൾ ഈ സ്വർണ്ണപ്പണിക്കാരൊക്കെ സ്വർണ്ണം പണിയെടുക്കുന്ന കണ്ടിട്ടില്ലേ? അവർ ആ ഫ്ലെയിമിൻ്റെ എൻഡാണ് അവർ ഉപയോഗിക്കാറുള്ളത്. നമ്മൾ വീട്ടിലൊക്കെ എന്തെങ്കിലും മെഴുകുതിരിയോ വിളക്കോ കത്തിക്കുന്നതിൻ്റെ പരീക്ഷ നോക്കാവുന്നതാണ്. കൈ പൊള്ളും, എന്നാലും നമുക്ക് ആ ടെമ്പറേച്ചർ ഡിഫറൻസ് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. അതുപോലെ എൻ്റെ സെൻട്രൽ ഭാഗം മോഡറേറ്റ്ലി ഹോട്ടാണ്, ഏറ്റവും അടിഭാഗം എന്ന് പറയുന്നത് ലീസ്റ്റ് ഹോട്ടാണ്. ഫ്ലെയിമിൻ്റെ ഏറ്റവും ടെമ്പറേച്ചർ കുറഞ്ഞ, ഹോട്ട്നെസ് കുറഞ്ഞ ഭാഗമാണ് ഏറ്റവും അടിഭാഗം. ഇനി ഔട്ടർ സോണ് ബ്ലൂ കളറിലാണ് വരാറ്. നോർമൽ ലൂമിനസ് സോൺ എന്ന് വിളിക്കുന്നത്. കംപ്ലീറ്റ് കമ്പസ്റ്റനാണ് അവിടെ നടക്കുക. ശരിക്ക് കത്തുകയാണെങ്കിൽ ബ്ലൂ ഫ്ലെയിമാണ് ഉണ്ടാവുക. നമ്മൾ വീട്ടിലെ LPG ബ്ലൂ ഫ്ലെയിമാണ് ഉണ്ടാവാറ്. മിഡിൽ സോൺ എന്ന് പറയുന്നത് യെല്ലോ ആണ്, ലൂമിനസ് സോണാണ്. പാർഷ്യൽ കമ്പസ്റ്റനെ നടക്കുകയുള്ളൂ. മണ്ണെണ്ണ വിറകൊക്കെ പാർഷ്യൽ കമ്പസ്റ്റനാണ്, നമുക്ക് യെല്ലോ കളറിലാണ് കാണാം. ഏറ്റവും ഇന്നർ സോൺ ബ്ലാക്ക് കളറിലാണ്. അൺബേൺഡ് വാക്സ് വേപ്പേഴ്സ് ഉണ്ട്. ശരിക്കും കത്താത്ത സ്ഥലമാണത്. ഓക്കെ, ബേണിങ് കൃത്യമായിട്ട് നടക്കാത്ത സ്ഥലമാണ് അവിടെ. അപ്പം ഇങ്ങനെ ഇതാണ് ഒരു ഫ്ലെയിമിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഔട്ടർ സോണ്, മിഡിൽ സോണ്, ഇന്നർ സോണ്. Outer zone, complete combustion of the fuel takes place and the color of the flame is blue and is the hottest part of the flame. ഏറ്റവും ഹോട്ടസ്റ്റ് ആയിട്ടുള്ള പാർട്ടാണത്. ഇറ്റ് ഈസ് ദ നോൺ ലൂമിനസ് പാർട്ട് ഓഫ് ദി ഫ്ലെയിം. ഈ മിഡിൽ സോൺ ആണെങ്കിൽ പാർഷ്യൽ കമ്പസ്റ്റൻ, യെല്ലോ ആണ് അവിടെ കളർ ഉണ്ടാവുക. മോഡറേറ്റ്ലി ഹോട്ട് പാർട്ടാണ്, അതിൽ ലൂമിനസ് പാർട്ടാണ്. ഇന്നർ സോൺ എന്ന് പറയുന്നത് അൺബേൺ വേപ്പർ ഓഫ് ദി ഫ്യൂൽ ആൻഡ് ദ കളർ ഈസ് ബ്ലാക്ക് ആൻഡ് ഇസ് ലീസ്റ്റ് ഹോട്ട് പാർട്ട്. ഏറ്റവും ടെമ്പറേച്ചർ കുറഞ്ഞ വരിയാണ് അത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടൈപ്സ് ഓഫ് ഫ്യൂവലാണ്. വ്യത്യസ്ത തരം ഫ്യൂവലുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? ടൈപ്സ് ഓഫ് ഫ്യൂവലാണ് നമ്മൾ അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏതൊക്കെ ടൈപ്പ് ഫ്യൂവൽ ഉണ്ട്? ടൈപ്സ് ഓഫ് ഫ്യൂവൽ ഏതൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം? സോളിഡ് ഫ്യൂവൽ ഉണ്ട് അല്ലേ? വുഡ്, കോള്, ചാർക്കോള് തുടങ്ങിയ. ലിക്വിഡ് ഫ്യൂവൽ ഉണ്ട്, കെറോസിന്, പെട്രോൾ, ഡീസൽ പോലുള്ള സാധനങ്ങൾ. ഗ്യാസസ് ഫ്യൂവൽ ഉണ്ട്, CNG, LPG, ബയോഗ്യാസ്, ഹൈഡ്രജൻ പോലുള്ള സാധനങ്ങൾ. ഉദാഹരണമൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അങ്ങോട്ട് പോകുന്നില്ല. നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് ഫ്യൂവലാണ്. ഒരു ഗുഡ് ഫ്യൂവലിന് എന്തെല്ലാം ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ആവശ്യം, എന്തെല്ലാം മേന്മകളാണ്, ഗുണങ്ങളാണ് ആവശ്യമുള്ളത്. ഒന്ന്, ഇറ്റ് ഷുഡ് ബി റെഡ്ലി അവൈലബിൾ ആയിക്കണം. തീർന്നാൽ അപ്പോൾ കിട്ടണം, അല്ലെങ്കിൽ നമ്മൾ ഫ്യൂവൽ ഇല്ലാതെ ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പോൾ എപ്പോഴും അവൈലബിൾ ആയ, എവിടെ നിന്നും അവൈലബിൾ ആയ ഒരു സാധനം ആയിക്കണം നമ്മുടെ ഫ്യൂവൽ. ഷുഡ് ബി ചീപ്പ്, വില കുറഞ്ഞ സാധനം ആയിക്കണം. വലിയ വില കൊടുത്ത് നമുക്ക് ഫ്യൂവൽ വാങ്ങുക എന്നുള്ളത് പ്രയാസമാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്യൂവൽ വില കുറഞ്ഞതായിരിക്കണം. അതുപോലെ തന്നെ സ്റ്റോർ ചെയ്യാനും ട്രാൻസ്പോർട്ട് ചെയ്യാനൊക്കെ എളുപ്പമുള്ളതായിരിക്കണം. അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാവും അല്ലേ? സ്റ്റോർ ചെയ്യാനും ട്രാൻസ്പോർട്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്കത് സൂക്ഷിച്ചു വെക്കാനും വാങ്ങിക്കൊണ്ടുവരാനും ഒക്കെ വലിയ പ്രയാസമായിരിക്കും. ഒരു മോഡറേറ്റ് റേറ്റിൽ കത്തണം. പെരും കത്തിൽ കത്തിയിട്ട് 5 മിനിറ്റ് കൊണ്ട് തീരരുത്. ചില വിറകൊക്കെ ഉണ്ട് പെട്ടെന്ന് കത്തി തീരുമെന്ന് പറയും. നമ്മളത് വാങ്ങൂല, കാരണം നമുക്ക് മുതലാവില്ല. വളരെ പെട്ടെന്ന് കത്തി തീരും. അപ്പോൾ മോഡറേറ്റ് റേറ്റിൽ കത്തുന്ന വസ്തുക്കളായിരിക്കണം. കത്തുന്ന സമയത്ത് ധാരാളം ഹീറ്റും ലൈറ്റും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യണം. അതുപോലെ തന്നെ പൊള്യൂഷൻ വളരെ കുറവാകണം. അത് കത്തുന്ന സമയത്ത് മാലിന്യങ്ങൾ പുറത്തുവിടുക എന്നുള്ളത് വളരെ വളരെ കുറവായിരിക്കണം. പൊള്യൂഷന് കാരണമാവരുതെന്നർത്ഥം. ഇങ്ങനെയൊക്കെയുള്ള ഫ്യൂവലുകൾ നമ്മൾ വിളിക്കുക ഐഡിയൽ ഫ്യൂവൽ എന്നാണ്. ഐഡിയൽ ഫ്യൂവൽ. ഈ ഗുണങ്ങളെല്ലാം ഉള്ള ഫ്യൂവലിനെ ഐഡിയൽ ഫ്യൂവൽ എന്ന് വിളിക്കുക. പക്ഷെ നിർഭാഗ്യവശാൽ ഈ ഗുണങ്ങളെല്ലാം ഉള്ള ഫ്യൂവൽ കിട്ടാനില്ല എന്നർത്ഥം. ഒരു ഫ്യൂവലും
എല്ലാ ഗുണങ്ങളും എടുത്തിട്ട് കിട്ടാനും. അതിൽ ഏറ്റവും മാക്സിമം നമുക്ക് സ്യൂട്ടബിളായ ഫ്യൂവൽ നമ്മൾ സെലക്ട് ചെയ്യും. ഉദാഹരണത്തിന് ഗ്യാസ് നല്ലൊരു ഫ്യൂവലാണ്, കാരണം അതിൽ നിന്ന് പൊല്യൂഷൻ വളരെ കുറവായിരിക്കും, ട്രാൻസ്പോർട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്, വില നമ്മൾ പറയണമെങ്കിൽ ചീപ്പാന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. കത്തലൊരു മോഡറേറ്റ് റേറ്റിൽ നമുക്ക് അതിനെ കത്തിക്കാൻ പറ്റും. കത്തുന്ന സമയത്ത് അത്യാവശ്യം ഹീറ്റും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാധനം ഗ്യാസ്, നമ്മൾ ഏതെങ്കിലും വിറകെടുത്തിട്ട് നമ്മളുടേതായ ഓരോ ഉപയോഗങ്ങളുണ്ടാവും, ഓരോ അഡ്വാൻറ്റേജ് ഉണ്ടാവും നമ്മൾ ഉപയോഗിക്കുന്നതിന് അല്ലേ. വീട്ടിൽ വിറക് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കുറേ നേട്ടങ്ങളുണ്ടാവും. ഇതിലുള്ള ഏതെങ്കിലും ചില സാധനങ്ങളൊക്കെ അത് സ്യൂട്ടബിൾ ആയിരിക്കും, അപ്പോഴാണ് നമ്മളത് സെലക്ട് ചെയ്യുക. നമ്മൾ കത്തിക്കാത്ത പല സാധനങ്ങളുണ്ട്. മുംബൈയിലെ ചേരികളിലൊക്കെ പോയാൽ അവർ പ്രധാനമായിട്ട് കത്തിക്കുന്നത് ഉണങ്ങിയ ചാണകമൊക്കെ ആയിരിക്കും. നമ്മളത് കത്തിക്കില്ല, കാരണം നമുക്കത് അതിനേക്കാൾ അവൈലബിളായ വില കുറഞ്ഞ സുരക്ഷിതമായ മറ്റു പല ഇന്ധനങ്ങളുള്ളത് കൊണ്ടാണ്. ഇത്രയാണ് ഒരു ഗുഡ് ഫ്യൂവലിൻ്റെ അല്ലെങ്കിൽ ഒരു ഐഡിയൽ ഫ്യൂവലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി കലോറിഫിക് വാല്യൂവിനെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.